കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. മുല്ലപ്പെരിയാർ എന്നത് എനിക്കൊരു കണ്ടൻ്റല്ല, മറിച്ച് 5.5 ലക്ഷം ആൾക്കാരുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിൻ്റെയും വിലയാണ് ഞാൻ കൽപ്പിക്കുന്നത്. അവിടെ നേപ്പാളിൽ അത് സംഭവിച്ചെങ്കിൽ ഇവിടെയും അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മാർഗ്ഗവുമില്ല. ഉറപ്പായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ കൊല്ലാത്തവരെ പോലും കൊന്നുകൊണ്ടേയിരിക്കും. കാരണം ആകെപ്പാടെ 100 പേരാ മരിച്ചെങ്കിൽ 200 പേര് മരിച്ചെന്ന് പറയുന്ന ന്യൂസുകാരാണ് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അവർക്ക് റീച്ചാണ് വേണ്ടതല്ല, മനുഷ്യജീവന് വലിയ വാല്യൂ ഒന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു അർദ്ധരാത്രിയിലാണെങ്കിൽ, എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ഇനിയും അപകടത്തിൻ്റെ തീവ്രത കൂടാം. കാരണം മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോഴേ തന്നെ നമ്മുടെ ഫുള്ളായ രീതിയിൽ വൈദ്യുതി ബന്ധങ്ങൾ വേർപ്പെടും, മൊബൈൽ സിഗ്നലുകൾ നഷ്ടപ്പെടും. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് പോലും പുറംലോകത്തെ എത്തിക്കണമെങ്കിൽ വളരെയധികം അവരെ കൃത്യമായ രീതിയിൽ നമ്മുടെ നേതാക്കളെ സ്വാധീനിച്ച് നേതാക്കളുടെ പിടിപ്പുകേട് എന്ന് തന്നെ പറയും. നേപ്പാളിൽ ഇപ്പം വൻ ഭൂകമ്പമാണ് ഉണ്ടായത്. ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു മിന്ന പ്രളയമാണ് ഉണ്ടാക്കിയത്. അതിനെ താങ്കളുടെ ഇതിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? എൻ്റെ ഒരിതിൽ നമ്മുടെ കേരളം ഭയപ്പെടേണ്ടതാണ്. കാരണം ഇപ്പോൾ അത് നേപ്പാളിലാണ് സംഭവിച്ചതെങ്കിൽ നാളെ എല്ലാ ചാനലിലും ഒരു ബ്രേക്കിംഗ് ന്യൂസായി വരാവുന്ന ഒരു ന്യൂസ്. കാരണം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഇത്രയും നാളും ഭീതിപ്പെട്ടിരുന്ന മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്ന ന്യൂസായിരിക്കും ഇതേ സമയം നമ്മൾ കേൾക്കേണ്ടി വരിക. എന്ന് വെച്ചാൽ അവിടെ നേപ്പാളിൽ അത് സംഭവിച്ചെങ്കിൽ ഇവിടെയും അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മാർഗ്ഗവുമില്ല. ഉറപ്പായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങൾ തന്നെ ഇതിന് മുൻകൈ എടുത്ത് വേണ്ട കാര്യങ്ങളിൽ ജനങ്ങൾ തന്നെ ഇതിലേക്ക് ഇറങ്ങണം. ഉദാഹരണത്തിന് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും പ്രതിഷേധം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പ്രതിഷേധം ചെയ്യുമ്പോൾ ഇനി ആൾക്കാരെല്ലാവരും കൂടി, ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായി കാണാൻ സാധിക്കില്ല. കാരണം കേരളം എന്ന് പറയുന്ന പരമാവധി ജില്ലകളാണ് മുല്ലപ്പെരിയാർ അപകടത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പം അവിടെ സംഭവിച്ചത് എന്താണ്? സെക്കൻഡുകൾ കൊണ്ടാണ് ഒരു മിന്നൽ പ്രളയം ഉണ്ടായത്. അതിനകത്ത് നമ്മളെല്ലാം വീഡിയോയിൽ കാണുന്നുള്ളതാണ്. അതിൻ്റെ അത് പാലം ഒലിച്ചു പോകുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് ജീവന് വേണ്ടി ഓടുന്നു. ഇതിപ്പം അവിടെ പകല് സംഭവിച്ചുകൊണ്ട് ഓടി മാറാനെങ്കിലും സാധിച്ചവരുണ്ടായേക്കാം. പക്ഷേ ഇവിടെ ഈ ഡാം ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു അർദ്ധരാത്രിയിലാണെങ്കിൽ, എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ഇനിയും അപകടത്തിൻ്റെ തീവ്രത കൂടാം. കാരണം മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോഴേ തന്നെ നമ്മുടെ ഫുള്ളായ രീതിയിൽ വൈദ്യുതി ബന്ധങ്ങൾ വേർപ്പെടും, മൊബൈൽ സിഗ്നലുകൾ നഷ്ടപ്പെടും. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് പോലും പുറംലോകത്തെ എത്തിക്കണമെങ്കിൽ വളരെയധികം താമസിക്കപ്പെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ മുൻകൈ എടുക്കേണ്ട ആൾക്കാർ തന്നെ ഇപ്പോൾ ഉഴപ്പുകയാണ്. കാരണം ഹൈക്കോടതി നമ്മുടെ കേരളത്തിൻ്റെ കേസ് കിടപ്പുണ്ടെങ്കിൽ പോലും അതൊക്കെ തമിഴ്നാടിന് വിധി ആനുകൂല്യമായി മാറുന്നത് എന്തുകൊണ്ടാണ്? കേരള സർക്കാരിൻ്റെ കേരളത്തിൽ ആരൊക്കെ ഭരിക്കുന്നോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നോ അവരെയൊക്കെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ കേസ് ഒരു വിധിയാവാതെ ഇപ്പോഴും നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതി വിധിക്കാത്തത്? ഹൈക്കോടതിയിൽ കേരളം കൊടുക്കുന്ന തെളിവുകളുടെ പോരായ്മ, അല്ലെങ്കിൽ ഡാം അപകട ഭീഷണിയിലാണെന്ന് ഈ വള എന്ന് കിടന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കഴിവുകേടെന്നേ പറയാൻ പറ്റൂ. കോൺഗ്രസ് ഇരുന്നാലും CPM ഇരുന്നാലും LDF സർക്കാർ ഇപ്പം നിരന്തരമായി ഭരിച്ചാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ്. കാരണം തമിഴ്നാടിന് ആനുകൂല്യമായിട്ട് ഇപ്പം അടുത്ത 152 അടിയിലേക്ക് വെള്ളം കൊണ്ടുവന്നാൽ, ഇപ്പം നിൽക്കുന്നതിനേക്കാളും കൂടുതലായി കൊണ്ടുവന്നാൽ അത്രയും പ്രളയത്തിന് നമ്മൾ ഇനിയും ഒരു ഡാം അവിടെ നിന്നും പൊട്ടിപ്പോയാൽ അത്രയും തീവ്രത കൂടുകയുള്ളൂ, കുറയുകയില്ല. ഇപ്പോൾ 149 അടി വെള്ളത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ തീവ്രത കുറയുമെന്നാലും പറയാൻ പറ്റില്ല. കാരണം 40 സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് ഇടുക്കി ഡാമിലേക്ക് വരികയും ഇടുക്കി ഡാം ആ വെള്ളം വരുന്നതിൻ്റെ പവറിൽ ഇടുക്കി ഡാം പൊട്ടിപ്പോവുകയും ചെയ്യുന്ന ഒരു ദിവസം രാത്രിയിലാണെങ്കിൽ ഇപ്പോൾ നേപ്പാളിൽ നടന്ന പോലെ ഒരു മിന്നൽ പ്രളയം അല്ല, അതിനേക്കാളും അതിഭീകരമായ ഒരു ദുരന്തത്തെ ആയിരിക്കും നമ്മൾ അതിജീവിക്കേണ്ടത്. നമ്മൾ ജനങ്ങൾ ഹോരം കിടന്ന് അലറിയിട്ടോ സംസാരിച്ചിട്ടോ ഒരു വിധിയും ഉണ്ടാകാത്ത ഭാഗത്തുനിന്ന് കേരള നീതിപീഠമായ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഒരു നമുക്ക് അനുകൂല്യമായ ഒരു തീരുമാനം എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? തമിഴ്നാടിന് അനുകൂല്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരെ കൃത്യമായ രീതിയിൽ നമ്മുടെ നേതാക്കളെ സ്വാധീനിച്ച് നേതാക്കളുടെ പിടിപ്പുകേട് എന്ന് തന്നെ പറയാം. ഘോരമായി സംസാരിക്കുന്നു, മുല്ലപ്പെരിയാർ ഡാമാണ് അത്യാവശ്യം എന്നൊക്കെ ഘോരമായി സംസാരിക്കുന്ന വെറും വാദപ്രതിവാദം മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു, VD സതീശൻ ആവശ്യപ്പെട്ടു, എവിടെ നിങ്ങൾ പറയുന്നു അവിടെ ഡാം ഞങ്ങൾക്ക് ജീവനാണ് വലുതെന്നും പറഞ്ഞ് കണ്ടു. അതൊക്കെ പ്രഹസനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇപ്പോഴും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, അതുകൊണ്ട് ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞും കൂടിയും നിൽക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ഭൂകമ്പമോ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റാത്ത ഒരു മിന്നൽ പ്രളയമോ ഉണ്ടായാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കേരളം തന്നെ പിന്നെ ഭൂപടത്തിൽ തന്നെ ഉണ്ടാവില്ല. കേരളത്തിൽ 3-4 ജില്ലകളെ ഇത് കഠിനമായി തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവിടെ മരണസംഖ്യ വളരെ അധികം ലക്ഷങ്ങളിലേക്ക് ഉയരുകയും ചെയ്യും. നമ്മൾ ഹോരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാവരും ഓർക്കും മുല്ലപ്പെരിയാർ ഒരു
കണ്ടൻറ്റാണ്, ഒരിക്കലും ഒരു കണ്ടൻ്റല്ല. ഒരുപാട് പേരുടെ ജീവൻ്റെ വിലയാണ് മുല്ലപ്പെരിയാറിനുള്ളത്. അതൊരിക്കലും ഒരു കണ്ടൻ്റായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് വിശദമായി പഠിച്ച എഞ്ചിനീയർമാർ പറഞ്ഞിരിക്കുന്നത് ഡാം പൊട്ടുക തന്നെ ചെയ്യും, അതിന് വേണ്ട ബലക്ഷയമാണ്. ഇപ്പോഴും ബലക്ഷയം കൊണ്ട് തന്നെ നിൽക്കുന്നതാണെന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ബലക്ഷയം എന്ന് വെച്ചാൽ എന്താണ്, 2013-14 കാലഘട്ടങ്ങളിലാണ് ഡാമിൻ്റെ യഥാർത്ഥ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇതുവരെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ചിത്രങ്ങളോ അല്ലെങ്കിൽ ഒരു ലീക്കേജുള്ള സ്ഥലങ്ങളോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. ഡാമിൻ്റെ പരിസരത്തോട് മാധ്യമപ്രവർത്തകരെ ഒന്നും ഇപ്പം അടുപ്പിക്കുന്നു പോലുമില്ല. കാരണം അവർ പറയുന്നത് സുരക്ഷാ ഭീഷണിയാണ് കണക്കി പറയുന്നത്. ഈ സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് ഡാം പൊട്ടിക്കഴിഞ്ഞ് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. ഡാം ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് ഡാമിനെ പറ്റി ഇപ്പോൾ ചിന്തിച്ചാലേ കുറേ കഴിയുമ്പോഴെങ്കിലും ആ ഡാം പൊട്ടുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ നേതാക്കന്മാർ തൊട്ട് അങ്ങ് സൈറ്റ് എഞ്ചിനീയർമാർ വരെ അതിൽ കീഴ്പ്പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. കാരണം ആർക്കും വായില്ല, മിണ്ടാനുള്ള പവറില്ലാത്തതല്ല, ആരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ യഥാർത്ഥ സത്യം ഇപ്പം നേപ്പാളിലുണ്ടായ പോലെ ഒരു ദുരന്തം അത് നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കില്ല. ഇടുക്കിയെ സംബന്ധിച്ച് മലപ്രദേശത്തും ഈ ഡാം ഇരിക്കുന്ന പ്രദേശം ഉയരം കൂടിയതായതുകൊണ്ടും ആ ഡാം പൊട്ടിയാലുണ്ടാകുന്ന പ്രകമ്പം കൊണ്ട് എതിലേക്ക് ജലം ഒഴുകാവോ അതിലെല്ലാം ജലം ഒഴുകി ജലത്തിൻ്റെ പാടിന് ജലം പോകും. ഇപ്പം മനോരമ ന്യൂസൊക്കെ വിടുന്ന പോലെ റൂട്ട് മാപ്പുണ്ട്. മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇന്നടത്തുനിന്ന് പൊട്ടി ഇടുക്കി ഡാം ചേലച്ചോടി ഇങ്ങനെ കറങ്ങി പോകുന്ന പക്ഷേ വെള്ളത്തിൻ്റെ വഴിയാണ്, വെള്ളം ഇതിലെ വരുമെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന മരണനിരക്കല്ല, അതിനേക്കാളും ചിലപ്പം മുന്നോട്ട് കൂടുമല്ലാതെ കുറയാൻ സാധ്യതയില്ല. അത് മുൻനിർത്തി നമ്മൾ കാണണം. ഇപ്പോൾ ഉദാഹരണം ഇതൊരു വാണിംഗ് ആയിട്ട് ഞാൻ കരുതുന്നുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് നേപ്പാളിലുണ്ടായത് ഒരു വാണിംഗ് ആണ്. കാരണം അവിടെ അത്രയും ഒരു മിന്നൽ പ്രളയം ഉണ്ടായപ്പോൾ അത്രയും ജീവൻ എടുത്തെങ്കിൽ ഇവിടെ അതൊരു മിന്നലായ പ്രളയം ഉണ്ടായാലോ. കാരണം നമ്മളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ മുല്ലപ്പെരിയാർ പൊട്ടും നമ്മൾ ഓരോ സംസാരിക്കുന്നുണ്ട്, നമുക്കറിയാം. എന്നിട്ടും ഇതിനെപ്പറ്റി ഒരു തീരുമാനം പോലും എടുക്കാതെ ഇതിൻ്റെ അകത്തിരുന്ന് കളിക്കുന്ന കളികളാണ് ഏറ്റവും ഇത്. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ വേണ്ട തെളിവുകളോ വേണ്ട കാര്യങ്ങളോ 99 എങ്ങനെ 999 അതാണ് ചോദ്യം. എന്ന് വെച്ചാൽ 999 ആക്കിയത് കൊണ്ടാണ് ഇപ്പോഴും തമിഴ്നാടിൻ്റെ അടിമയെ പോലെ കേരളം നിൽക്കേണ്ടി വരുന്നത്. ഈ ഡാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലും അതിൻ്റെ അവകാശം കിടക്കുന്നത് തമിഴ്നാടിനും. അതാണ് ഡാം നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. പക്ഷേ പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുന്നത് തമിഴ്നാടിന്. തമിഴ്നാട് പറയണം തുറക്കണമെങ്കിൽ, തമിഴ്നാട് പറയണം ആ ഡാമിലെ ഇച്ചിരി വെള്ളം എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ. ഇതൊക്കെ തമിഴ്നാടിൻ്റെ അധികാരത്തിൽപ്പെട്ടാണ്. അത് അംഗീകരിക്കുകയാണ് കേരള സർക്കാർ. അതേസമയം ഇതിൻ്റെ പഴയ കരാർ എങ്ങനെയാണ് ഈ 100 വർഷം പഴക്കമുള്ള ഡാം അല്ലെങ്കിൽ 100 വർഷം വരെ ഗ്യാരണ്ടി പറഞ്ഞ് പണിത ഡാമിന് എങ്ങനെ 999 വർഷം വരെ ഉടമ്പടി കരാറുണ്ടായി എന്നത് അന്വേഷിക്കാൻ ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല, ഒരു നേതാക്കൾക്ക് സാധിച്ചില്ല. കാരണം ഇവിടെ ഇരുന്ന് പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചതിന് ശേഷം നേതാവായി മുഖ്യമന്ത്രി കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്ന ആരുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ തമിഴ്നാട് അങ്ങനെയല്ല. തമിഴ്നാട് ഒത്തൊരുമിച്ച് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അവിടുത്തെ ഭരണഘടനാ കർത്താക്കൾ കൃത്യമായ രീതിയിൽ നടത്തി കൊടുക്കുന്നത് കൊണ്ട് അവിടുത്തെ ജനങ്ങളാരും സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നില്ല. ഇവിടെ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചാലും അത് ചിലത് വിജയിക്കും, ചിലത് പട്ടിയുടെ വിലയാണെന്നും പറഞ്ഞ് സർക്കാർ നിൽക്കും. കാരണം ഒരു ചോദ്യത്തിന് പോലുമില്ല. നമ്മൾ കുറേ അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം PSC റാങ്ക് ലിസ്റ്റിൽ പേരില്ലാത്തവരും പേര് പറ്റാത്തവരും എല്ലാം സമരം നടത്തുന്നു, സെക്രട്ടേറിയറ്റ് സ്ഥാപനം നടത്തുന്നു, എല്ലാം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ അതിനൊന്നും ഒരു വേണ്ട നടപടി പോലും ഏറ്റെടുക്കാതെ നിൽക്കുന്നതാണ്. അപ്പോൾ അത്രയും ചെറിയ കാര്യങ്ങൾക്ക് പോലും നീക്കുപോക്കില്ലാത്ത നാടാണ് നമ്മുടേത്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം ഇതിനകത്ത് പറയാനുള്ളത് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ എല്ലാ ജനങ്ങളുമാണ് ഒന്നിക്കേണ്ടത്. ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ശാശ്വതമായ ഒരു ഡാം തന്നെയാണ് വേണ്ടത്. അല്ലാതെ മെയിൻ്റനൻസ് കാര്യങ്ങളോ കൊണ്ടോ ഡാം മുന്നോട്ട് പോവില്ല. ഡാം എന്നത് ഈ പ്രളയം തന്നെ നമ്മൾ മുന്നിൽ കണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ നമ്മളൊക്കെ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഇതുപോലൊരു മിന്നൽ പ്രളയം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ പേടി സ്വപ്നം നേരെ വന്ന് ഇടുക്കിയിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴും നമ്മൾ ചിന്തിക്കണം. 4 ഇരട്ടി രീതിയിൽ ചിന്തിച്ചാൽ മാത്രമാണ് ഈ മിന്നൽ പ്രളയമൊക്കെ വെറും ഉദാഹരണം മാത്രമാണ്. 3 പഞ്ചായത്തുകളടക്കം പോയ നമ്മുടെ വയനാട് ദുരന്തം, വയനാട് ഉരുൾപൊട്ടൽ, അതൊക്കെ വെറും ഒരു കൺമുന്നിലുള്ള വെറും സൂചനകൾ മാത്രമാണ്. അല്ലെങ്കിൽ അതൊക്കെ വെറും ചെറിയ അപകടങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഉരുൾപൊട്ടലുകൾ മാത്രം കണക്കൂട്ടും. അതിനെയോ എത്രയോ മടങ്ങ് അധികം ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ജലബോംബ് അത് പൊട്ടി നേരെ ഇടുക്കി ഡാമിലേക്ക് വന്ന് പതിക്കുന്ന സമയത്ത് പതിക്കുമ്പോൾ തന്നെ ആ ഡാമൂടെ പൊട്ടുമ്പോഴാണ് 2 ഡാമാണ് തകരുന്നത്. 2 ഡാം തകർന്നു കഴിയുമ്പം ഏകദേശം 5-5.5 മണിക്കൂർ കൊണ്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് വെള്ളം ഒഴുകി ചെല്ലുമ്പോൾ 5.5 ലക്ഷം 6 ലക്ഷം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അതിലും മേളിൽ ഇതിലെ വെള്ളം ഒഴുകുന്നത് നമുക്ക് കൃത്യമായിട്ട് റൂട്ട് മാപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം വെള്ളമാണ്. അപ്പം ഇനിയെങ്കിലും സർക്കാരിൻ്റെ വേണ്ട ആൾക്കാരെല്ലാം ഉയർന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ചില്ല എങ്കിൽ നാളെ കേൾക്കുന്ന ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് എല്ലാ ന്യൂസ് ചാനലുകളും 24 അടക്കമുള്ള എല്ലാ ന്യൂസ് ചാനലുകളും 24 മണിക്കൂറും വരെ 48 മണിക്കൂറും ഈ കൊല്ലാത്തവരെ പോലും കൊന്നുകൊണ്ടേയിരിക്കും. കാരണം ആകെപ്പാടെ 100 പേരെ മരിച്ചെങ്കിൽ 200 പേര് മരിച്ചെന്ന് പറയുന്ന ന്യൂസുകാരാണ് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അവർക്ക് റീച്ചാണ് വേണ്ടതല്ല, മനുഷ്യജീവന് വലിയ വാല്യൂ ഒന്നുമില്ല. ഇപ്പോഴാണെങ്കിലും ഒരു ന്യൂസ് ചാനലിലും ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ്
കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ ഇന്നതാണെന്നോ ഒന്നും ഒരു ന്യൂസും ഇല്ല. അപ്പം നമുക്ക് അതറിയാം. അവർക്ക് വേണ്ട റീച്ചാണ്. അത് സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന റീച്ച്, അതിനുവേണ്ടിയാണ് ന്യൂസ് ചാനലുകാരെല്ലാം കാത്തിരിക്കുന്നത്. അല്ല ന്യൂസ് ചാനലുകാർക്ക് ഇതിൻ്റെ കൃത്യമായ ഒരു അപ്ഡേറ്റ് വിടാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ട് എന്താണെന്നോ ഒന്നും ന്യൂസുകാർ അന്വേഷിക്കുന്ന പോലുമില്ല. ഒരു ന്യൂസ് ചാനലും ഞാൻ കാണാറില്ല. എന്ന് പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഞാനൊരു ഇടുക്കിക്കാരനായതുകൊണ്ട് പറയുകയാണ്, ഇപ്പം മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വരുന്ന അത് ഒരു രാത്രിയാണെങ്കിൽ അപകടം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം നേപ്പാളിലുണ്ടായ ദുരന്തം അത് നമ്മുടെ കൺമുന്നിലുണ്ട്. അതുപോലെ വയനാടുണ്ടായ ദുരന്തം അത് നമ്മുടെ കൺമുന്നിലുണ്ട്. ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഇത് നമ്മുടെ കൺമുന്നിലുണ്ട്. ആ അപകടങ്ങളും നമ്മുടെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മുൻനിർത്തി തന്നെ നമ്മൾ ചിന്തിച്ചാൽ മാത്രമാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ബോംബ് ഒരിക്കലും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന കേരളത്തിനെ തന്നെ നശിപ്പിക്കാൻ പറ്റിയ, കേരളത്തിൻ്റെ ജില്ലകളെ ഇല്ലെന്നാക്കാൻ പറ്റിയ ബോംബിനെ പറ്റി ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക്, അത് ജനങ്ങൾ ഉണർന്നിട്ടേ കാര്യമുള്ളൂ. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വരും പറയും പോകും എന്നുള്ളതല്ലാതെ യാതൊരുവിധ റെസ്പോൺസും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് നേപ്പാൾ എന്നത് വെറും ഒരു മാതൃക മാത്രം. അത് അവിടെ സംഭവിച്ചുള്ളല്ലോ, അല്ലെ നീ ഇപ്പം കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്, നീ ഇപ്പം നേപ്പാളിലെ കാര്യമാണോ പറയുന്നത്, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്ന നേപ്പാളിലെ ആയിരിക്കാം, പക്ഷേ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അത് കൺമുന്നിലുള്ള അപകടം തന്നെയാണ്. അതിനെപ്പറ്റി നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അപകടമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഭൂകമ്പം പോലും ഉണ്ടായാൽ അതിനെപ്പോലും അടിത്തറയോടെ താങ്ങി നിർത്താൻ പറ്റാത്ത മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ജലബോംബ്, അതിനെപ്പറ്റി നമ്മൾ പ്രതികരിക്കണം. ജനങ്ങൾ, നിങ്ങളും എൻ്റെ കൂടി പ്രതികരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഒരു വീഡിയോയ്ക്കോ റീച്ചിനോ വേണ്ടി ഇത് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇടുക്കിയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഈ ഒരു കാര്യം കൂടി സത്യാവസ്ഥ പറയട്ടെ, ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എനിക്ക് യാതൊരുവിധ പ്രശ്നമുള്ള വ്യക്തി കൂടിയല്ല. പക്ഷേ ഞാൻ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രതികരിക്കുന്നത്. ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. മുല്ലപ്പെരിയാർ എന്നത് എനിക്കൊരു കണ്ടൻ്റല്ല, മറിച്ച് 5-5.5 ലക്ഷം ആൾക്കാരുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിൻ്റെയും വിലയാണ് ഞാൻ കൽപ്പിക്കുന്നത്. അല്ലാതെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നില്ല. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. നിങ്ങൾ ഏറ്റെടുക്കും എന്ന് വിചാരിക്കുന്നു, സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ ഇത് കേൾക്കുന്നവർ എങ്കിലും ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ ഒരു വേദി ഒരുക്കണം എന്ന് ഞാൻ വ്യക്തമായി ആഹ്വാനം ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ യാചിച്ച് ചോദിക്കുകയാണ്. കാരണം നാളെ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ദിവസം രാത്രിയിൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നു, ഇന്ന ജീവനുകൾ പൊലിഞ്ഞു എന്നത് ഒരു ന്യൂസായി വരാതിരിക്കട്ടെ. അതിനുവേണ്ടി കൈകോർക്കാം, ചങ്ങല കോർക്കാം. മുല്ലപ്പെരിയാർ പണിയുക തന്നെ വേണം. ഉറപ്പുള്ള കോൺട്രാക്ടിനെ കൊണ്ട് ഉറപ്പുള്ള മന്ത്രിമാർ ഉറപ്പുള്ള തീരുമാനം എടുത്ത് പണിയുക തന്നെ വേണം. നമുക്ക് വേണ്ടതും ജീവനാണ്. നമുക്ക് മുന്നോട്ട് വേണ്ടതും മുല്ലപ്പെരിയാർ എന്ന ഡാമാണ്. പേടി സ്വപ്നത്തിലല്ല, ജീവിതത്തിലാണ്. മുന്നേറാം ഒരുമിച്ച്.